പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് പരിശുദ്ധമായ സഫർ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിനമാണ്. നമ്മൾ ഇന്ന് പ്രധാനമായും പഠിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, 80 വർഷത്തെ തെറ്റുകൾ, പാപങ്ങൾ അല്ലാഹു തആല നമുക്ക് പുറത്തു തരുമെന്നുള്ളൊരു ഓഫർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 80 വർഷത്തെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. അത് ചൊല്ലുന്നവൻ്റെ മാത്രമല്ല, ആ ചൊല്ലിയവൻ്റെ മാതാപിതാക്കൾക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കും. എങ്ങനെ പുറത്തു കൊടുക്കും? ഒരു സ്വലാത്താണ്. ആ സ്വലാത്ത് ചൊല്ലുന്നവൻ്റെ 80 വർഷമൊക്കെ നമ്മൾ ജീവിക്കുകയില്ലോ എന്ന് അല്ലാഹു ആലം, അല്ലാഹ്ക്കേ അറിയുള്ളൂ. പക്ഷേ നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരുമെന്നാണ്. മാത്രമല്ല, ഒരു ഇസ്മ ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. വെള്ളിയാഴ്ച ദിവസം ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട ഇസ്മ ഏതാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. അത് ഇനി പറയാൻ പോകുന്ന ഇസ്മാണ്. വെള്ളിയാഴ്ച ദിവസം ഒരു മനുഷ്യൻ ഇനി പറയുന്ന ഇസ്മ, അള്ളാഹുവിൻ്റെ ആ ഒരു പേര് അധികരിപ്പിച്ച് പറഞ്ഞാൽ അവനിക്ക് ഒരുപാട് നേട്ടമുണ്ട്. അതോടൊപ്പം തന്നെ 4 കാര്യം ഇന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. ഈ 4 കാര്യം നമ്മൾ ഇന്നത്തെ ദിവസം നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായ കാര്യമാണ്. ചെയ്താൽ മലക്കുകൾ നമ്മുടെ കൂട്ടുകാരാവും, മലക്കുകൾ നമ്മുടെ ചങ്ങാതിമാരാകും. നമ്മൾ മരിക്കുന്ന സമയത്ത് മലക്കുകൾ 70,000 മലക്കുകൾ നമ്മുടെ ജനാസ നിസ്കരിക്കാനുണ്ടാകും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി ഒരുപാട് കാര്യങ്ങൾ പറയുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ അവസാനം വരെ കാണണോട്ട, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി പറഞ്ഞ കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തൗഫീഖ് പടച്ചവൻ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നേരെ ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീന അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട ആരെല്ലാം ഉണ്ടോ റബ്ബ് തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് തരുകയും എല്ലാവിധത്തിലുള്ള രോഗങ്ങളെ തൊട്ടുള്ള കാവൽ തന്ന് നമ്മളെല്ലാവരെയും അല്ലാഹു തആല ഖൈറിൻ്റെ സലാമത്തിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ പരിപാവനമായ സഫർ മാസം, ആ സഫർ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച പകലിലാണ്, ദിനത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഇൻഷാ അല്ലാഹ് സഫർ മാസമാണ്. അതായത് റബീഉൽ അവ്വലിന് തൊട്ട് മുമ്പുള്ള മാസമാണ്. റബീഉൽ അവ്വൽ മുത്തായ റസൂലിൻ്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസം നമ്മളിലേക്ക് ഇതാ വരാനിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ഒരുപാട് കണ്ട് സ്വലാത്ത് അധികരിപ്പിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം പറയുന്നത് ഒരു സ്വലാത്തിനെ പറ്റിയാണ്. ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണല്ലോ. വെള്ളിയാഴ്ച നമ്മൾ ചെയ്യേണ്ട അനവധി കാര്യങ്ങളുണ്ട്. വെള്ളിയാഴ്ച നമ്മൾ ശ്രദ്ധിക്കേണ്ട സൂറത്തുൽ കഹ്ഫ് ഓതുക, അതുപോലെ തന്നെ നഖം മുറിക്കാനുള്ളവർ മുറിക്കുക, മറ്റ് സുന്നത്തായ കാര്യങ്ങൾ ഒരുപാടുണ്ട് അല്ലേ. പള്ളിയിലേക്ക് നേരത്തെ പോവുക, നല്ല വസ്ത്രം ധരിക്കുക, അങ്ങനെ ഒരുപാട് നിരവധി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ സൂറത്തുൽ കഹ്ഫ്, അതുപോലെ തന്നെ ദിക്ർ, ഔറാദുകൾ, ഇസ്തിഗ്ഫാർ, മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള യാസീൻ, അതൊക്കെ ഓതുന്ന കൂട്ടത്തിൽ ഏറ്റവും പുണ്യമുള്ള ഒരു അമൽ എന്ന് പറഞ്ഞാൽ അത് സ്വലാത്താണ്. പ്രത്യേകിച്ച് സ്വലാത്ത് അധികരിപ്പിക്കണമെന്ന് ഹദീസിൽ വന്നിട്ടുള്ളത് വെള്ളിയാഴ്ചയാണ്. എല്ലാ ദിവസവും നിങ്ങൾ സ്വലാത്ത് പറയണം. ഒരു ദിവസം ചുരുങ്ങിയത് 300 തവണയെങ്കിലും സ്വലാത്ത് ചൊല്ലണമെന്നാണ്. ഒരാൾ ഒരു ദിവസം 300 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയാലാണ് അവൻ സ്വലാത്ത് ചൊല്ലുന്നവനാണെന്ന് മലക്കുകൾ രേഖപ്പെടുത്തും. നമ്മളൊക്കെ എത്ര സ്വലാത്ത് ചൊല്ലും? നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ ദുആ കഴിഞ്ഞിട്ട് ഒരു 3 വട്ടം സ്വലാത്ത് അല്ലാഹ്, അതേ ഉള്ളൂ. പിന്നെ എപ്പോഴാണ് സ്വലാത്ത് ചൊല്ലുന്നത്? സ്വലാത്ത് ചൊല്ലൽ വളരെ കുറവാണ്. വെള്ളിയാഴ്ച അല്ലാത്ത ദിവസം, സാധാരണ ദിവസം 300 പ്രാവശ്യം ഒരാൾ സ്വലാത്ത് ചൊല്ലിയാലാണ് മലക്കുകൾ ഇയാൾ സ്വലാത്ത് ചൊല്ലുന്നവനാണെന്ന് എഴുതുള്ളതാണ്. മലക്കുകളുടെ കണക്ക് ഏറ്റവും കുറഞ്ഞത് 300ആണ്. അത് വെള്ളിയാഴ്ചയാകുമ്പോൾ 300 എന്നുള്ളത് ഇരട്ടിപ്പിക്കുക. അത് 600, 700, 1000 ഒക്കെ ആക്കി മാറ്റണമെന്നാണ്. നമ്മൾ ആരെങ്കിലും ചൊല്ലാറുണ്ടോ? അല്ലാഹു തആല നമുക്ക് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു സ്വലാത്ത് ഇന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പരിചയപ്പെടാം. ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 80 വർഷത്തെ തെറ്റുകൾ അല്ലാഹു തആല പുറത്തു തരുമെന്നാണ്. മനുഷ്യന്റെ ആയുസ് 60-ന്റെ 70-ന്റെ ഇടയിലാണ്. അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70 എന്ന നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ്. ഏറ്റവും കൂടുതൽ ആളുകൾ ജീവിക്കുന്നത് ആ ഒരു ടൈമാണ്. അതെ, അതിൻ്റെ അപ്പുറം 70 വയസ്സിനേക്കാൾ കൂടുതൽ നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു 63 വയസ്സിനേക്കാൾ കൂടുതൽ നമുക്ക് ആയുസ് കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു വലിയ ബോണസ് ആണെന്ന് കരുതുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 80 വർഷത്തെ പാപം, നമ്മൾ 80 വർഷമൊക്കെ ജീവിക്കോ ഇല്ലോ എന്ന് അറിയില്ല. അതായത് പാപങ്ങളൊക്കെ പുറത്തു തരും. നമ്മുടെ മാത്രമല്ല, ഇത് ചൊല്ലുന്നവന് മാത്രമല്ല, ചൊല്ലുന്നവൻ്റെ മാതാപിതാക്കൾ, അവർ മരണപ്പെട്ടവരാവട്ടെ ജീവിച്ചിരിക്കുന്നവരാവട്ടെ, അവർക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്നാണ് ഒരു സ്വലാത്ത്. ആ സ്വലാത്ത് ഏതാണ്? ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച ദിവസം നമ്മൾ 80 വട്ടം
ചുരുങ്ങിയത് ചൊല്ലണം. ഇന്നത്തെ ദിവസം ഇൻഷാ അല്ലാ 80 പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് ഈ സ്വലാത്ത് ചൊല്ലണം, അല്ലെങ്കിൽ പറ്റുന്ന രൂപത്തിൽ നമ്മൾ ചൊല്ലണം. ഏതാണ് ആ സ്വലാത്ത്? ഒരുപാട് നേട്ടങ്ങളുള്ള സ്വലാത്താണ്. സ്വലാത്തിനൊക്കെ ഒരുപാട് പ്രതിഫലമാണ് കേട്ടോ. സ്വലാത്തിനൊക്കെ നമ്മൾ അറിയാത്ത എത്രയോ പ്രതിഫലങ്ങളുണ്ടെന്ന് അറിയാം. ഒരു മഹാൻ എഴുതിയത്, ഒരു സ്വലാത്ത് ഒരു മനുഷ്യൻ ചൊല്ലിയാൽ അവനിക്ക് അല്ലാഹു തആല 100 പ്രതിഫലങ്ങളാണ്. അത് ഓരോന്ന് എണ്ണിയിട്ടുണ്ട്. അവൻ്റെ പാപങ്ങൾ പൊറുക്കും, ദറജകൾ ഉയർത്തും, അവൻ്റെ കടങ്ങൾ മാറ്റും, അവൻ്റെ പ്രതിസന്ധികൾ മാറും, അവനിക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശഫാഅത്ത് കിട്ടും. ഇങ്ങനെ എണ്ണി 100 പ്രതിഫലം വരെ എഴുതിയ മഹത്തുക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലുമ്പോൾ അതിനൊക്കെ നേട്ടമാണ്. പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച ദിവസം കൂടിയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ദിവസങ്ങൾ റബീഉൽ അവ്വലൊക്കെ വരാനിരിക്കുന്നു. അപ്പോൾ സ്വലാത്ത് അധികരിപ്പിക്കുക. ഏതാണ് ആ സ്വലാത്ത്? 80 വർഷത്തെ തെറ്റുകൾ പുറത്തു തരുന്ന അത്ഭുത സ്വലാത്ത്. അതുമാത്രമല്ല, ഒരുപാട് നിരവധി നേട്ടങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തആല, ജീവിതത്തിൽ വിജയത്തിൻ്റെ വാതിലുകൾ അല്ലാഹു തആല തുറന്ന്, വിജയത്തിൻ്റെ വാതിലുകൾ, കച്ചവടത്തിൽ വിജയം, കുടുംബത്തിൽ വിജയം, മക്കളിൽ വിജയം, അല്ലെ, തൻ്റെ ഇണകളിൽ വിജയം, ആരോഗ്യത്തിൽ വിജയം, ജീവിതത്തിൽ വിജയം, എല്ലാ കാര്യം, മരണത്തിൽ വിജയം, അല്ലാഹു തആല എല്ലാ വിജയത്തിന്റെ വാതിലുകളും പടച്ചവൻ തുറന്നു തരുമെന്നാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്ത് നമുക്കൊന്ന് പഠിച്ചാലോ? ഏതാണ് ആ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വനബിയിക വറസൂലിക നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. എളുപ്പമുള്ള സ്വലാത്താണ്. നമുക്ക് സ്ക്രീനിൽ കാണാം. ഒന്നുകൂടി ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വനബിയിക വറസൂലിക നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. നമുക്കൊന്ന് അതിന്റെ അർത്ഥം നോക്കിയാലോ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ, അല്ലാഹുവേ ഞങ്ങളുടെ നേതാവാകുന്ന മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അല്ലാ. എങ്ങനെയുള്ള നബിയാണ്? അബ്ദിക വനബിയിക, അല്ലാഹുവേ ആ റസൂൽ നിന്റെ നബിയാണ്, ആ റസൂൽ നിന്റെ അടിമയാണ്. വറസൂലിക നബിയിൽ ഉമ്മി, അല്ലാഹുവേ അത് ഉമ്മിയായ പ്രവാചകരാണ്. വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം, നബിക്ക് മാത്രമല്ല നബി തങ്ങളുടെ സ്വഹാബിമാർക്കും അവിടുത്തെ കുടുംബത്തിനും നീ സ്വലാത്തും സലാമും കൊടുക്കണേ അല്ലാ, ഗുണവും രക്ഷയും കൊടുക്കണേ അല്ലാ എന്നാണ് ഈ സ്വലാത്തിന്റെ അർത്ഥം. നമുക്കൊരു 3 വട്ടം ചൊല്ലിയാലോ? സ്വലാത്ത് ചൊല്ലിക്ക, എല്ലാവരും ചൊല്ലിക്ക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വനബിയിക വറസൂലിക നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഒന്നുകൂടി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വനബിയിക വറസൂലിക നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഒരു വട്ടം കൂടി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വനബിയിക വറസൂലിക നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. 80 വർഷത്തെ തെറ്റുകൾ അല്ലാഹു തആല പുറത്തു തരും. ഇത് ചൊല്ലുന്നവന്റെ മാത്രമല്ല, ചൊല്ലുന്നവന്റെയും അവന്റെ മാതാപിതാക്കളുടെയും തെറ്റുകൾ അല്ലാഹു തആല പുറത്തു തരുമെന്നാണ്. അല്ലാഹു തആല ഈ സ്വലാത്ത് അധികരിപ്പിക്കാൻ നമുക്ക് ഒരുപാട് കണ്ട് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ. വെള്ളിയാഴ്ച നമ്മൾ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ പറയൽ നല്ലതാണ്. ഏറ്റവും നല്ല ഇസ്മ, വെള്ളിയാഴ്ച ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്ന ഇസ്മ യാ ഗനിയു യാ അല്ലാ എന്ന ഇസ്മാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മളത് പറഞ്ഞിരുന്നു. യാ ഗനിയു യാ അല്ലാ, അല്ലെ, എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും തരുന്ന റബ്ബേ എന്നർത്ഥം വരുന്ന യാ ഗനിയു യാ അല്ലാ എന്ന ഇസ്മ ഇൻഷാ അല്ലാ പരമാവധി അധികരിപ്പിക്കുക. നമ്മുടെ കടങ്ങൾ മാറാൻ, സാമ്പത്തിക ബുദ്ധിമുട്ട്, പ്രയാസ പ്രശ്നങ്ങളൊക്കെ മാറാൻ ഒരു മനുഷ്യൻ യാ ഗനിയു യാ അല്ലാ എന്ന ഇസ്മ അധികരിപ്പിക്കാൻ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച അത് എത്ര കണ്ട് അധികരിപ്പിക്കാൻ പറ്റുമോ അത് അധികരിപ്പിച്ചിട്ട് ദ്വാരക്കണം. നമ്മൾ വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞ് പുരുഷന്മാർ പള്ളിയിൽ ഇരുന്ന്, അല്ലെങ്കിൽ ഉമ്മമാർ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക? സൂറത്തുൽ ഫാത്തിഹ, ദുഹർ നിസ്കാരം വീട്ടിൽ നിസ്കരിച്ചിട്ട്, വെള്ളിയാഴ്ച ഉച്ചക്ക് ദുഹർ നിസ്കാരം ഉമ്മമാർ വീട്ടിൽ നിസ്കരിച്ചിട്ട്, വാപ്പമാർ പള്ളിയിൽ ജുമാ നമസ്കാരം കഴിഞ്ഞിട്ട് സൂറത്തുൽ ഫാത്തിഹ, അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ്, അത് നിങ്ങൾക്ക് കുറഞ്ഞത് 1 വട്ടമെങ്കിലും ഓതാൻ പറ്റുമോ? ആയിക്കോട്ടെ, 1 വട്ടം ഓതിയിട്ട് യാ ഗനിയു യാ അല്ലാ എന്ന ഇസ്മ അതൊരു 11 വട്ടം പറഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ലവണ്ണം ദുആ ചെയ്യാൻ പറ്റുമോ? നമ്മുടെ കടങ്ങൾ മാറും, നമ്മുടെ പ്രയാസ പ്രശ്നങ്ങൾ മാറും, സങ്കടങ്ങൾ മാറും. അല്ലാഹു തആല എല്ലാ വിധത്തിലുള്ള ബറക്കാത്തുകളും ഇരുലോകത്തും നമുക്ക് നൽകും ഇൻഷാ അല്ലാ. അപ്പോൾ വെള്ളിയാഴ്ച സഫർ മാസത്തിന്റെ പുണ്യമായ ഒരു വെള്ളിയാഴ്ചയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം. ഇൻഷാ അല്ലാ നമ്മൾ മറക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ 4 സ്വഭാവം നമുക്കുണ്ടാവണം. 4 സ്വഭാവങ്ങൾ നമുക്ക് ഉണ്ടായാൽ ഇൻഷാ അല്ലാ ജീവിതത്തിൽ മലക്കുകൾ നമ്മുടെ കൂട്ടുകാരായി മാറും. 4 സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മലക്കുകൾ നമ്മുടെ കൂട്ടുകാരായി വരുമെന്നാണ്.
ഒന്നാമത്തേത് ഏതാ? ഈ വെള്ളിയാഴ്ച ഇന്നത്തെ ദിവസം നമുക്ക് തന്നെ ചെയ്യാം. നമ്മുടെ കൂട്ടുകാരായി വേറെ ആര് നമ്മളെ തള്ളി പറഞ്ഞാലും അള്ളാഹുവിൻ്റെ മാലാഖമാർ നമുക്ക് കൂട്ടുകാരായിട്ടുണ്ടാകും. ഒന്നാമത്തെ സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്വതക്ക കൊടുക്കുക എന്നതാണ്. ഇന്ന് പള്ളിയിലേക്ക് പോകുന്ന വാപ്പമാരെ, നിങ്ങൾ ഒരു സംഖ്യ, ചെറുതാവട്ടെ വലുതാവട്ടെ, ഒരു സംഖ്യ കരുതുക. എന്നിട്ടോ ആ പൈസ നിങ്ങൾ പള്ളിയിൽ ബക്കറ്റ് വരുമ്പോൾ ഇടുക, അല്ലെങ്കിൽ എന്താ പള്ളി കുറ്റിയിലിടുക, അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ പാവപ്പെട്ട ആളുകളുണ്ടാകും, അവർക്കൊന്ന് കൊടുത്തേക്കുക. ഒരുപാട് നേട്ടമാണ്. വെള്ളിയാഴ്ച ദിവസത്തിലെ സ്വതക്കയാണ് സ്വതക്കുകളിൽ ഏറ്റവും പുണ്യമുള്ളത്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും കരുതി തന്നെ പള്ളിയിലേക്ക് പോവുക. ഉമ്മമാരെന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഗൂഗിൾ പേ ഒക്കെ ഉണ്ടാവാം. നിങ്ങൾ എന്താണ് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികളിൽപ്പെട്ട നമുക്കറിയാവുന്ന പാവപ്പെട്ട ആരെങ്കിലൊക്കെ ഉണ്ടാകും, രോഗികളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ആവശ്യങ്ങളുള്ള ആളുകളുണ്ടാവും. അവർക്ക് എന്ത് ചെയ്യുക? ഒരു 100 രൂപ അയച്ചു കൊടുക്കുക, ഒരു 10 രൂപ അയച്ചു കൊടുക്കുക. അതെന്താണ്? വലിയ ഹൈറാണ്. നിങ്ങളെ കൊണ്ട് പറ്റുന്നു. ഇനി നിങ്ങൾക്ക് അതൊന്നുമില്ല, ഗൂഗിൾ പേ അതൊന്നുമില്ല എങ്കിലോ നിങ്ങളുടെ കയ്യിലുള്ള എന്താണ് ചില്ലറ പൈസ എങ്കിൽ അതെന്താ പള്ളിയിലേക്ക് പോകുന്ന ഭർത്താവിൻ്റെ കയ്യിൽ, മക്കളുടെ കയ്യിൽ അത് കൊടുത്തു വിടുക. എന്നിട്ട് അത് പള്ളിക്കുറ്റിലേക്ക് ഇട്ടേക്ക് മോനെ എന്ന് പറയുക. അതെന്താണ്? വെള്ളിയാഴ്ച നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ സ്വതക്കയാണ്. രണ്ടാമത്തേത്, മലക്കുകൾ നമ്മുടെ കൂടെ ഉണ്ടാകും, നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. എന്താ ചെയ്യേണ്ടത്? വിശുദ്ധമായ ഒരു സൂറത്ത്, ആ സൂറത്ത് നമുക്കറിയാം, സൂറത്തു തൗബ അല്ലെ, ബിസ്മില്ലാത്ത സൂറത്താണ്, ഭയങ്കര ശ്രേഷ്ഠതയുള്ള സൂറത്താണ് സൂറത്തു തൗബ. ആ സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്തുണ്ടല്ലോ, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൂ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹു റബ്ബുൽ അർശിൽ അദീം എന്ന ആ പുണ്യമായ 2 ആയത്തുകളുണ്ടല്ലോ. ആ ആയത്ത് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ പകലിൽ ഒരു 3 വട്ടം ഓതണം. 3 വട്ടം ഓതണം. 3 വട്ടം ഓതിയിട്ട് ദുആ ചെയ്യും. മലക്കുകൾ നമ്മുടെ കൂട്ടുകാരായി വരും. മലക്കുകൾ കൂട്ടുകാരായി വരും. മാത്രമല്ല, നല്ല മരണം കിട്ടാൻ, മുത്തറസൂലിന്റെ ശഫാഅത്ത് കിട്ടാൻ, മരണസമയത്ത് 70,000 മലക്കുകൾ സന്തോഷ വാർത്തയുമായി നമുക്ക് വരും. ഖബറിലെ ശിക്ഷ കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ മാറാൻ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. എന്ത്? സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്ത്. അതെല്ലാ നമസ്കാരത്തിന് ശേഷം 3 വട്ടം വീതം ഓതിയാൽ വളരെ ഗുണമാണ്, വളരെ ഗുണമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് എന്തെന്നറിയോ? നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്യണം? വിശുദ്ധമായ ഖുർആൻ ഓതണം. വീട്ടിൽ ഖുർആൻ ഓതിയാൽ, വീട്ടിൽ തന്നെ, പള്ളിയിൽ പോകുന്നവർ പള്ളിയിൽ ഓതട്ടെ, വീട്ടിൽ തന്നെ ഇരുന്ന് നമ്മൾ ഖുർആൻ ഓതും. അത് ആണുങ്ങളും ശ്രദ്ധിക്കുക, ആണുങ്ങളും ശ്രദ്ധിക്കുക. വീട്ടിൽ തന്നെ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഖുർആൻ ഓതാൻ പറ്റുമോ? പെണ്ണുങ്ങൾ മാത്രമല്ല, ആണുങ്ങൾ ഓദിക്കോ, യാസീൻ ഓദിക്കോ. വീട്ടിൽ, ഏത് വീട്ടിലാണോ ഖുർആൻ പാരായണമുള്ളത് ആ വീട്ടിലെ ആളുകളുമായിട്ട് മലക്കുകൾ ചങ്ങാതിമാരാകും, കൂട്ടുകാരാകും എന്നാണ്. നമുക്കൊരു പ്രശ്നം വന്നാൽ മലക്കുകളുടെ ദുആ ഉണ്ടാകും. പിന്നെയോ, 4-മത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വുദൂ നിത്യമാക്കുക. വുദൂ, അത് ഉമ്മമാരാവട്ടെ വാപ്പമാരാവട്ടെ, നമ്മളൊക്കെ ബാത്റൂമിൽ പോകാറുണ്ട് അല്ലേ? ബാത്റൂം മൂത്രമൊഴിക്കാനൊക്കെ പോയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ കൈയൊക്കെ കഴുകും. അതെന്താണ്? അത് വുദൂ ആക്കി മാറ്റുക, വുദൂ നിത്യമാക്കുക. അതെന്താണ്? ഭയങ്കര പ്രതിഫലമാണ്. വുദൂ ഉള്ള കാലത്തോളം മലക്കുകൾ അവർ മുസാഫഹ ചെയ്യുമെന്നാണ്. മലക്കുകൾ നമ്മളെ മുസാഫഹ ചെയ്യുമെന്നാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ 4 കാര്യം നമ്മൾ ശ്രദ്ധിക്കാൻ മറന്നു പോവണ്ട കേട്ടോ. അത് ഇന്നത്തെ ദിവസം തന്നെ നമുക്ക് ചെയ്യാമല്ലോ അല്ലെ? വുദൂ നമുക്ക് ഇന്നത്തെ ദിവസം നിത്യമാക്കിയെടുക്കാം. ഇന്ന് മാത്രമല്ല, ഇനിയുള്ള ദിവസങ്ങളിലും വുദൂ നിത്യമാക്കുക. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് വിശുദ്ധമായ ഖുർആൻ വീട്ടിൽ തന്നെ ഇരുന്ന് തന്നെ ഓതുക. മൂന്നാമതായി നമ്മളൊരു കാര്യം പറഞ്ഞു, സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്ത് അതെന്ത് ചെയ്യുക? നമ്മൾ ശ്രദ്ധിച്ച് ഓതുക. പിന്നെയോ, സ്വതക്ക കൊടുക്കുക. ഇതൊക്കെ മലക്കുകൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ഇത് ചെയ്യുന്ന മനുഷ്യരെയും മലക്കുകൾക്ക് ഇഷ്ടമാണ്. അതോടൊപ്പം തന്നെ ഒരു ഇസ്മ നമ്മൾ പഠിച്ചിരുന്നു, യാ ഗനിയു യാ അല്ലാഹ് എന്ന ഇസ്മ. അതുപോലെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള ഒരു പുണ്യമായ സ്വലാത്തും അൽഹംദുലില്ലാഹ് നമ്മൾ ഇന്ന് പഠിച്ചു. 80 വർഷത്തെ പാപങ്ങൾ പൊറുക്കുന്ന അത്ഭുത സ്വലാത്താണ്. അതിനെപ്പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ എനിക്കും കേട്ട നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പടച്ച റബ്ബ് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. അനവധി ആളുകൾ ഉസ്താദേ ദ്വാരക്കണേ, ഞങ്ങൾക്കൊക്കെ ഒരുപാട് പ്രശ്നമാണ്, പ്രയാസമാണ്, സങ്കടമാണ്, പ്രശ്നങ്ങളാണ്, അതുപോലെ രോഗങ്ങളാണെന്നൊക്കെ പറഞ്ഞു നിരവധി ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞു അല്ലേ? 8 വയസ്സുള്ള ഒരു കുട്ടിക്ക് ക്യാൻസറാണ്, ബ്ലഡ് ക്യാൻസറാണ്. ഇങ്ങനെ ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട് എത്രയോ ആളുകളാണ് പ്രയാസത്തിൽ കഴിയുന്നത്. ചെറിയ കുട്ടികൾ അല്ലെ, 8 മാസം, അതുപോലെ ജനിക്കുമ്പോൾ തന്നെ ക്യാൻസർ രോഗവുമായിട്ട് ജനിക്കുന്ന എത്രയോ മക്കളുണ്ട്. റബ്ബേ അല്ലാഹു എല്ലാവരുടെയും രോഗങ്ങൾക്ക് നീ ശിഫാ കൊടുക്കണേ നാഥ. എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഏതൊക്കെ രൂപത്തിലാണ് അസുഖങ്ങൾ വരിക എന്ന് ഞങ്ങൾക്കറിയില്ല റഹ്മാനെ. എല്ലാവരുടെയും രോഗങ്ങൾക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാ. മാരകമായ അസുഖങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ
ജോലിയില്ലാതെ വിഷമിക്കുന്ന ചെറുപ്പക്കാരുണ്ട്, അള്ളാഹു അവർക്കൊക്കെ ഹൈറായ ജോലി കൊടുക്കണേ അല്ലാ. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നുണ്ട്, വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഹൈറായ വീട് കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നവരുടെ വീട് പണിയൊക്കെ എളുപ്പത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. കടങ്ങളുള്ളവരുടെ കടങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ, മരണപ്പെട്ടു പോയ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ, ഞങ്ങളുടെ കൂട്ടുകാർ, നാട്ടുകാർ, ഭാര്യ, സന്താനങ്ങൾ, ഭർത്താക്കന്മാർ, റഹ്മാനെ എല്ലാവരുടെയും ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ. ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ റാഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലുമാക്കി തരണേ അല്ലാ. ഈ സഫർ മാസം ഞങ്ങൾ ചെയ്യുന്ന മുഴുവൻ അമലുകളും നീ കബൂലാക്കണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ, ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്, എല്ലാം നീ മാറ്റി ഖൈറും സമാധാനവും നൽകുന്നതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിലായി ഞങ്ങൾ മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.